ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. ഒടുവിൽ ജയിച്ച് രാജസ്ഥാൻ റോയൽസ് IPL 18ാം സീസണിൽ തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഹോം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പുതിയ IPL സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ് മൂന്നാം റൗണ്ട് പോരാട്ടത്തിലാണ് തങ്ങളുടെ സീസണിലെ ആദ്യ വിജയം ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. CSKക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ഗുവാഹട്ടിയിൽ നടന്ന ഹോം മത്സരത്തിൽ 6 റൺസിൻ്റെ ഒരു തകർപ്പൻ വിജയമാണ് RR ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 182 ഒരു ഭേദപ്പെട്ട ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ചെന്നൈ സൂപ്പർ കിങ്സും ഒരു തകർപ്പൻ ചേസിംഗ് ഒക്കെ നടത്തി. പക്ഷേ 176 അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു. 6 റൺസിൻ്റെ തകർപ്പൻ വിജയമാണ് RR ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. രാജസ്ഥാൻ റോയൽസിൻ്റെ 2 തുടർ പരാജയങ്ങൾക്ക് ശേഷമുള്ള ആദ്യ വിജയമാണ്. എന്നാൽ CSK സംബന്ധിച്ച് ആദ്യ മത്സരം വിജയിച്ച ശേഷം തുടർച്ചയായിട്ടുള്ള 2ാം പരാജയമാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. RRന് വേണ്ടി പതിവ് പോലെ ഓപ്പണിംഗിൽ എത്തവണ യശസ്വി ജയ്സ്വാളിന് കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചില്ല. 3 പന്തുകൾ നേരിട്ട താരം 4 റൺസെടുത്താണ് പുറത്തായത്. ഖലീൽ അഹമ്മദിൻ്റെ പന്തിൽ രവിചന്ദ്രൻ അശ്വിൻ, അദ്ദേഹത്തിൻ്റെ മുൻ താരം കൂടിയുള്ള അശ്വിൻ ക്യാച്ച് എടുത്താണ് ജയ്സ്വാൾ പുറത്തായത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 16 പന്തിൽ 20 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നിതീഷ് റാണ ആദ്യ 2 മത്സരങ്ങളിലും ഫോം ഔട്ടിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ട നിതീഷ് റാണ ഇത്തവണ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ കിട്ടി 3ാം വൺഡൗണായി എത്തുകയും ഒരു തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. 36 പന്തുകൾ നേരിട്ട താരം 10 ഫോറും 5 സിക്സും ഉൾപ്പെടെ 81 റൺസ് എടുത്താണ് പുറത്തായത്. സഞ്ജു സാംസൺ അഭാവത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്ന പാർട്ട് ടൈം ക്യാപ്റ്റൻ റിയാൻ പരാഗ് 37ഉം ധ്രുവ് ജോറൽ 3ഉം വനന്തു ഹസരംഗ 4ഉം ഷിംറോൺ ഹെറ്റ്മേർ 19 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. CSKക്ക് വേണ്ടി ഖലീൽ അഹമ്മദ് 2ഉം ഖലീൽ അഹമ്മദ്, നൂർ അഹമ്മദ്, അതോടൊപ്പം മദീഷ പത്രാൻ എന്നിവർ 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റുകൾ വീതം പങ്കിട്ടിട്ടുണ്ട്. CSKയുടെ ചേസിങ്ങിനും അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. അതേപോലെ അവരുടെ ഓപ്പണിംഗ് ബാറ്റർ രജിൻ രവീന്ദ്ര ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. 4 പന്തുകൾ നേരിട്ട താരം ഗോൾഡൻ ഡക്കായിട്ടാണ് പുറത്തായത്. രാഹുൽ ത്രിപാഠി 19 പന്തിൽ 23 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ ഇന്നിങ്സുമായി ഋതുരാജ് ഗെയ്ക്വാദ് കളം പിടിച്ചിട്ടുണ്ടായിരുന്നു. 44 പന്തുകൾ നേരിട്ട താരം 7 ഫോറും 1 സിക്സും ഉൾപ്പെടെ 63 റൺസ് എടുത്താണ് പുറത്തായത്. എംപയർ പ്ലെയറായിട്ടുള്ള ശിവം ഡൂബയും നിരാശപ്പെടുത്തിയ പ്രകടനമാണ് നടത്തിയത്. 18 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. രവീന്ദ്ര ജഡേജ 32ഉം ഇത്തവണ കഴിഞ്ഞ 2 മത്സരങ്ങളും CSKക്ക് വേണ്ടി 9ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തുമൊക്കെ ഇറങ്ങിയിരുന്ന MS ധോണി ഇത്തവണ നേരത്തെ RRനെതിരെ ബാറ്റിംഗ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള സംഭാവന അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചില്ല. 11 പന്തുകൾ നേരിട്ട താരം 1 ഫോറും 1 സിക്സും ഉൾപ്പെടെ 16 റൺസ് എടുത്താണ് പുറത്തായത്. സന്ദീപ് ശർമ്മയുടെ പന്തിൽ ഷിംറോൺ ഹെറ്റ്മേർ ക്യാച്ച് എടുത്താണ് പുറത്തായത്. അവസാന ഓവറിൽ 21 റൺസ് വേണ്ടിയിരിക്കൊരു തകർപ്പൻ പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അവസാന ഓവർ ബൗളറിഞ്ഞ സന്ദീപ് ശർമ്മ കാഴ്ചവെച്ചത്. 21 റൺസാണ് രവീന്ദ്ര ജഡേജയും അതോടൊപ്പം തന്നെ അപകടകാരായിട്ടുള്ള MS ധോണിയും ക്രീസിൽ നിൽക്കി അദ്ദേഹം RRന് വേണ്ടി ഡിഫെൻഡ് ചെയ്തത്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി തങ്ങളുടെ പുതിയ സീസണിലെ ആദ്യ വിക്കറ്റ് ജോഫ്ര ആർച്ചർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 3 ഓവറിൽ 13 റൺസ് വഴങ്ങിയാണ് താരം 1 വിക്കറ്റ് നേടിയത്. സന്ദീപ് ശർമ്മ 1 വിക്കറ്റ് നേടിയപ്പോൾ വനന്തു ഹസരംഗ രാജസ്ഥാൻ റോയൽസിൻ്റെ കളേഴ്സിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 4 വിക്കറ്റുകളാണ് വനന്തു ഹസരംഗ സ്വന്തമാക്കിയത്. 4 ഓവറിൽ 35 റൺസ് വഴങ്ങിയാണ് താരം 4 വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.